നിങ്ങളുടെ ഹെൽത്തിൽ നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ലെറ്റ്സ് ടേക്ക് 2 cards. This is card number 1 and this is card number 2. Okay. സോ ഇതിലേതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. നമ്പർ 1 സെലക്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ആക്ച്വലി അശ്രദ്ധ കൊണ്ട് ഉണ്ടാവുന്ന ചെറിയ ചെറിയ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കുറച്ച് കോൺഷ്യസ് ആയിട്ടിരിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങൾ നടക്കുന്ന വഴി പടി തട്ടി വീഴുക അല്ലെങ്കിൽ കയറിൽ തട്ടി വീഴുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നിങ്ങളുടെ ലെഗുമായിട്ട് സംബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ. നിങ്ങളൊരു പോസിറ്റീവ് ഹെൽത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അവിടെ മെൻ്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫിസിക്കൽ ഇഷ്യൂസൊക്കെ മാറും എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് വളരെയധികം യങ് ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഉള്ളതെന്ന് കാണിക്കുന്നുണ്ട്. ഇറസ്പെക്റ്റീവ് ഓഫ് യുവർ ഏജ്, നിങ്ങൾക്ക് ഏത് ഏജിലുള്ളവരാണെങ്കിലും നിങ്ങളുടെ ബോഡി വളരെയധികം യങ് ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയാണ് നിങ്ങൾക്ക് സ്വതവേ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ കുറച്ചും കൂടെ കോൺഷ്യസ്ലി ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ള കാര്യമാണ്. ആൻഡ് കാർഡ് നമ്പർ 2 സെലക്ട് ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ ശ്രദ്ധിക്കുക. അതായത് പനി പോലെയുള്ള കാര്യങ്ങൾ വരാതെ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങൾക്ക് കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ഷൻസ് ലഭിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ തീർത്തും നിങ്ങൾ ഇപ്പോൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഒരു സമയമാണ്. കാരണം നിങ്ങൾക്കൊരു ക്രേവിങ് ഉണ്ടാവാം. അവിടെ നിങ്ങൾ ഒളിച്ചൊക്കെ കഴിക്കുന്ന സാഹചര്യം, അതായത് നിങ്ങൾ ആരെയും ബോധിപ്പിക്കാനല്ല നിങ്ങളുടെ ഹെൽത്തി ഫുഡ് അല്ലെങ്കിൽ ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഒളിച്ചോട്ടം നിങ്ങൾക്കില്ല. അതുകൊണ്ട് അത് നിങ്ങൾ കുറച്ച് ഫോഴ്സ്ഫുള്ളി തന്നെ അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുപോലെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഒരു അസുഖം വരുമ്പോഴും നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആദി ഉണ്ടായി അതിനെ വലുതാക്കുന്ന ഒരു രീതിയുണ്ട്. അതും മാറ്റിവെക്കുക. കാര്യം ചെറിയ ചെറിയ അസുഖങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിന് വല്ലപ്പോഴും ഒക്കെ ഒന്ന് വന്ന് പെടാനുള്ള സാധ്യതകൾ ഉണ്ട്. ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് ഉണ്ടായി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷെ എത്രയും നീറ്റായിട്ട് നമ്മൾ ജീവിക്കുന്നു, എത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം ആകുമ്പോൾ നിങ്ങൾക്ക് അത്രയും കുറവായിരിക്കും. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു എനർജിയിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും ഉള്ളത്. അതല്ലാതെ നിങ്ങൾ അതിനെ കുറച്ചുകൂടെ ഊതിപ്പെരുപ്പിച്ച് ചെറിയൊരു കാര്യം വന്നാൽ നിങ്ങൾ ആലോചിച്ച് അതിനെ വലുതാക്കിയിട്ട് അതിൽ നിന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആവുന്ന ഒരു എനർജി ഉണ്ട്. ഓൾസോ ഗ്രൂപ്പ് നമ്പർ 2, നിങ്ങൾ പെറ്റ്സിനെ വളർത്തുന്നുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ ഒന്ന് ശ്രദ്ധിക്കുക. അവരിൽ ത്രൂ നിങ്ങൾക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനായിട്ടും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു മെസ്സേജാണ്.